ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 6 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു ചടങ്ങാണ് മുറജപം. ഏറെ പ്രത്യേകതയുള്ള ഒരു ചടങ്ങാണ് ഈ മുറജപം. 56 ദിവസത്തെ മഹാമഹമാണ് മുറജപം. 8 ദിവസം ഓരോ മുറ, അതായത് 8 ദിവസം കൂടുമ്പോഴാണ് ഓരോ മുറ നടക്കുന്നത്. ഈ ക്രമത്തിൽ 56 ദിവസത്തെ 7ആയി വിഭജിച്ച ജപകർമ്മങ്ങൾ നടത്തുന്നു. ഉത്തരായണ സംക്രമ ദിവസം മകരശീവേലി കാലം കൂടത്തക്കവണ്ണം വൃശ്ചിക മാസം ആദ്യ ആഴ്ചയിൽ മുറജപത്തിന് തുടക്കം കുറിക്കും. കൊല്ലവർഷം 919 ആദ്യ മുറജപം നടന്നു. അതേ വർഷം ധനുവിൽ ഭദ്രദീപവും തൃപ്പടി ദാനത്തിനു ശേഷം തുലാപുരുഷ ദാനവും നടന്നതായി രേഖയുണ്ട്. 1947 വരെ മുറജപം ആർഭാടത്തോടെയാണ് ആഘോഷിച്ചിരുന്നത്. പിന്നീട് ഏറെക്കാലം മുടങ്ങിക്കിടന്ന മുറജപം 2013 പുനരാരംഭിച്ചു. ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നിവയാണ് പ്രധാനമായും മുറജപത്തിന് ഉരുവിടാറുള്ളത്. ശ്രീ പത്മനാഭന് മുറജപം 6 വർഷം കൂടുമ്പോഴാണെങ്കിൽ വൈക്കത്തപ്പനും തിരുവാഴപ്പള്ളിയപ്പനും 12 വർഷം കൂടുമ്പോൾ യഥാക്രമം വടക്കുപുറത്തുപാടും മുടിയെടുപ്പ് എഴുന്നള്ളത്തും നടത്തുന്നു. ഈ 3 മഹാമഹങ്ങളും തിരുവിതാംകൂർ രാജ്യത്തെ അന്നത്തെ പ്രധാന ഹൈന്ദവ ആഘോഷങ്ങളായിരുന്നു. മുറജപത്തിൻ്റെ ഗുരുസ്ഥാനീയർ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ്. കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അനന്തൻ, അതായത് ആദികേശൻ എന്ന നാഗത്തിൻ്റെ പുറത്ത് മഹാലക്ഷ്മിയോടൊപ്പം ശയിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനാണ് പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. ഭഗവാന്റെ ഉഗ്രഭാവമായ തെക്കേടത്ത് നരസിംഹമൂർത്തി, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി എന്നിവർക്കും തുല്യ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠകളുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോട്ടമതിലിൻ്റെ കിഴക്കേക്കോട്ടയുടെ വാതിലിന് അഭിമുഖമായാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ ഈ പ്രധാന ഗോപുരം തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖമുദ്രകളിലൊന്നാണ്. ശ്രീ പത്മനാഭസ്വാമി മാത്രം വിഷ്ണുഭക്തനായിരുന്ന തിരുവിതാംകൂർ രാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജ്യം ഭഗവാന് സമർപ്പിച്ച രേഖകൾ ആണ് തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത്. ഇതിനെ തുടർന്ന് തിരുവിതാംകൂർ രാജ്യത്തിലെ ഭരണാധികാരികൾ പത്മനാഭദാസന്മാർ എന്നറിയപ്പെട്ടു. തമിഴ് സാഹിത്യത്തിലെ പ്രശസ്തരായ ആഴ്വാർ പാടിപ്പുകഴ്ത്തിയ 108 ദിവ്യശേഖരങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിൽ ശ്രീരാമൻ, സീതാദേവി, ലക്ഷ്മണൻ, ഹനുമാൻ, വിശ്വക്സേനൻ, അശ്വത്ഥാമാവ്, വേദവ്യാസൻ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. മീനമാസത്തിൽ രോഹിണി കൊടി കയറിയും തുലാമാസത്തിൽ തിരുവോണം ആറാട്ടായും 10 ദിവസം വീതം നീണ്ടു നിൽക്കുന്ന 2 ഉത്സവങ്ങളാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. കൂടാതെ ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണി, തിരുവോണം, വിഷു, വൈകുണ്ഠ ഏകാദശി, മകരസംക്രാന്തി, വൈശാഖ പുണ്യമാസം, കർക്കിടക സംക്രാന്തി തുടങ്ങിയവയും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. 6 വർഷത്തിലൊരിക്കൽ പ്രശസ്തരായ വേദപണ്ഡിതരുടെ വക മുറജപവും നടത്തപ്പെടാറുണ്ട്. തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ നടത്തുന്ന ട്രസ്റ്റാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. ഐതിഹ്യം പറയുന്നത്, അതായത് ക്ഷേത്ര ഉൽപ്പത്തി, ദിവാകര മുനിയുടെയും വില്വമംഗലത്ത് സ്വാമിയുടെയും കഥകൾ ഐതിഹ്യമാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രോൽപ്പത്തിക്കു കാരണക്കാരി പെരുമാട്ടുകാളിയുടെ കഥ യഥാർത്ഥത്തിൽ ചരിത്ര സത്യമാണ്. ചരിത്രാന്വേഷകർ എത്തിച്ചേരുന്നതും ആ വഴിക്ക് തന്നെ. സ്റ്റേറ്റ് മാനുവലിലും കാസ്റ്റ് ആൻഡ് ട്രൈബ്സിലും തിരുവിതാംകൂർ സെൻസസ് റിപ്പോർട്ടിലും മഹാദേവേശ ദേശായിയുടെ കേരള ചരിത്രത്തിലും വളരെ വ്യക്തമായി തന്നെ പെരുമാട്ടുകാളിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെരുമാട്ടുകാളിയും ശ്രീപത്മനാഭ
സ്വാമി ക്ഷേത്രോൽപ്പത്തിയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് ചരിത്രരേഖകളിലുള്ളത്. നാഗയ്യരുടെ ദി ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ ഇങ്ങനെ പറയുന്നു. അതേസമയം പ്രസിദ്ധ ചിത്രകാരനും ഭാഷാ ഗവേഷകനുമായിരുന്ന ഡോക്ടർ ശൂരനാട് കുഞ്ഞൻപിള്ള ചരിത്രങ്ങൾ നിറഞ്ഞ വഴിത്താരകൾ, അതായത് മാതൃഭൂമിയുടെ എഡിഷനിൽ 1980 പറഞ്ഞിട്ടുണ്ട് എന്ന ലേഖനത്തിൽ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ആദ്യ നിവേദ്യം ഒരു പുലയ സ്ത്രീ ചിരട്ടയിൽ കൊടുത്ത മാമ്പഴമെന്ന് പറഞ്ഞ് കാണുന്നു. പക്ഷേ മാമ്പഴമല്ല, ഉത്തരക്കണ്ടത്ത് വിളഞ്ഞ് കിടന്ന നെല്ലരി കൈക്കുത്തിൽ വെച്ച് ഞെരടി തൊലിച്ച് പകുതി തൊലിഞ്ഞതും പകുതി തൊലിയാത്തതുമായ നെല്ലരി ആണ് ഒരു കണ്ണൻ ചിരട്ടയിൽ വെച്ച് ആദ്യ നിവേദ്യമായി പെരുമാട്ടുകാളി ശ്രീപത്മനാഭൻ സമർപ്പിച്ചത്. ആ ചിരട്ടയ്ക്ക് പകരം ഇന്ന് സ്വർണ്ണ ചിരട്ടയിലാണ് നിവേദ്യം അർപ്പിച്ചു പോകുന്നത്. പഴയ ചരിത്രകാരനായ മഹാദേവ ദേശായിയുടെ വേണാട്ടിൻ്റെ വീരചരിതം എന്ന ഗ്രന്ഥത്തിലും വിദേശ ക്രിസ്ത്യൻ മിഷണറിയായ റവറൻഡ് സാമുവൽ മെയ്റ്റിയുടെ ലാൻഡ് ഓഫ് ചാരിറ്റി എന്ന ഗ്രന്ഥത്തിലും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രോൽപ്പത്തിക്ക് കാരണക്കാരി പെരുമാട്ടുകാളി തന്നെയെന്ന് വ്യക്തമാക്കുന്നുണ്ട്. കെ ദാമോദരൻ BA എഴുതിയ പെരുമാട്ട് പുലയി എന്ന ലേഖനത്തിലും, അത് കേരള കൗമുദിയിലാണ് വന്നത് 1961, പെരുമാട്ടുകാളിയാണ് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്.